ഒരു ബലിപെരുന്നാളിന്റെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളുകൾ കേവലം ആഘോഷങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും നമുക്ക് സവിശേഷമായി നിർണയിച്ചു തന്ന ദിവസങ്ങൾ എന്നതിനപ്പുറം കുറേയേറെ ചിന്തകളും പഠനങ്ങളും തീരുമാനങ്ങളും തിരുത്തലുകളും ഉണ്ടാകേണ്ട ദിവസങ്ങൾ കൂടിയാണ് പെരുന്നാൾ. ആഘോഷത്തിന്റെ സ്വഭാവം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വന്ന് ഭക്തി പ്രകടിപ്പിച്ച് നമസ്കാരം നിർവഹിക്കുക എന്നതായിരുന്നു. നമസ്കാരത്തിന് ശേഷം ബലിയെടുത്തുകൊണ്ട് ആ ബലിമാംസം സ്വന്തമായി കഴിക്കുകയും അഭിമാനബോധമുള്ള ദരിദ്രരായ പട്ടിണിയുള്ള മനുഷ്യരെ ഊട്ടുകയും ചെയ്യുക എന്നതായിരുന്നു അതിന്റെ രണ്ടാമത്തെ തലം. അഥവാ ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സത്യവിശ്വാസികൾ അവരുടെ ആഘോഷങ്ങളെ എങ്ങനെ അള്ളാഹുവുമായും സഹജീവികളുമായും പരസ്പരം ബന്ധിപ്പിക്കുന്നു എന്നതാണ് നാം ആഘോഷിക്കുന്ന ആഘോഷങ്ങളുടെ പൊരുൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജ് എന്ന ഒരു അധ്യായമുണ്ട്. സൂറത്തുൽ ഹജ്ജ് എന്ന പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരിക, വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു അധ്യായം ഉണ്ടെങ്കിൽ ഹജ്ജിനെ കുറിച്ച്, ഹജ്ജിലെ പ്രാർത്ഥനകളെയും കർമ്മങ്ങളെയും കുറിച്ച്, ഹജ്ജിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച്, ഹജ്ജിന്റെ മര്യാദകളെ കുറിച്ച്, ഇങ്ങനെ കുറെ ഫിഖ്ഹിയായ വിഷയങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമായിരിക്കും ഹജ്ജ് എന്ന തലവാചകം കൊണ്ട് ഉദ്ദേശിക്കുക എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്ത. പക്ഷെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യർ പാലിക്കേണ്ട സാമൂഹികവും സദാചാരപരവും വ്യക്തിപരവും കുടുംബപരവും ഇങ്ങനെ വ്യത്യസ്തമായ കുറേയധികം വിഷയങ്ങളെ ആ അധ്യായം നോക്കിക്കാണുന്നുണ്ട്. ഒരു അധ്യായത്തിലൂടെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം സൂറത്തുൽ ഹജ്ജ് എന്ന അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 78ാമത്തെ സൂക്തം വിശാലമായ കുറെ വിഷയങ്ങൾ ചേർത്ത് വെക്കുന്ന ഒരു കവിത പോലെ നമുക്ക് മുമ്പിൽ പറഞ്ഞു. ഞാനിപ്പോൾ ഓതി വെച്ച സൂക്തം സൂറത്തുൽ ഹജ്ജിലെ 78ാമത്തെ സൂക്തമാണ്. 78ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു വെക്കുന്നത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന കുറെ ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും കുറിച്ചാണ്. ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് ജീവജാലങ്ങൾക്കിടയിൽ, ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് ചരാചരങ്ങൾക്കിടയിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഞാൻ, യഥാർത്ഥത്തിൽ അതൊരു ഉത്തരമാണ്. ഞാൻ ആര് എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാനൊരു മനുഷ്യനാണ് എന്നത്. ലോകത്ത് മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങളായിട്ടുള്ളത്, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ തന്നെ ശൈലിയിൽ പറഞ്ഞാൽ അഹ്സനി തഖ്വീം എന്ന രൂപത്തിൽ ലഖദ് ഖലഖനാഹു ഫി അഹ്സനി തഖ്വീം, ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ തഖ്വീം എന്ന് പറയുന്ന ഒരു രൂപത്തിൽ അവനെ ഞാൻ സൃഷ്ടിച്ചു, സംവിധാനിച്ചു. തല ആകാശത്തേക്ക് ഉയർത്തിയവനാണ് മനുഷ്യൻ, കാല് നിലത്തൂന്നി സഞ്ചരിക്കുന്നവനാണ് മനുഷ്യൻ, ലംബമായി സഞ്ചരിക്കുന്നവനാണ് മനുഷ്യൻ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും തല ആകാശത്തേക്കായിരിക്കും. എല്ലാ ജീവജാലങ്ങളുടെയും സഞ്ചാരത്തിലുണ്ടാകുന്ന പാദം അല്ലെങ്കിൽ കാലുകൾ അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കോട്ടെ, അത് നിലത്തായിരിക്കും. പക്ഷെ ലംബമായി നിൽക്കാനും ലംബമായി സഞ്ചരിക്കാനും കഴിയും വിധത്തിൽ അല്ലാഹു സൃഷ്ടിച്ച ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. വ്യത്യസ്തമായ ഒരുപാട് സവിശേഷതകൾ അല്ലാഹു മനുഷ്യന് നൽകി. നമുക്കറിയാം, ബുദ്ധിയും ചിന്തയും വർത്തമാനവും ചിരിയും സ്വയം നിരൂപിച്ചെടുത്ത ഒരുപാട് കഴിവുകളും ഒക്കെ അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ആരാണ് ഞാൻ എന്ന ഒരു ചോദ്യം മനുഷ്യനാണ് ഞാൻ എന്ന ഉത്തരത്തിൽ നമ്മെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. അത് എല്ലാ മനുഷ്യർക്കും കണ്ടെത്താൻ കഴിയുന്ന ഒരു ഉത്തരമാണ്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്നെ ആര് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് മനുഷ്യർക്ക് ഉത്തരം വ്യത്യസ്തമായി മാറുന്നത്. എന്നെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് നാം കണ്ടെത്തുന്ന ഉത്തരം അല്ലാഹു സൃഷ്ടിച്ചു എന്നാണ്. മനുഷ്യർക്കിടയിലെ മറ്റ് പല സമൂഹങ്ങളും അള്ളാഹുവിൽ വിശ്വസിക്കാത്ത
പ്രകൃതിയിൽ സ്വയം രൂപപ്പെട്ടതാണ് മനുഷ്യനെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് കുറെ പദാർത്ഥങ്ങൾ, 120 തീപ്പെട്ടിക്കോൽ ഉണ്ടാക്കാൻ പോകുന്ന ഫോസ്ഫറസും 7 പെൻസിൽ ഉണ്ടാക്കാൻ പോകുന്ന കാർബണും 7 സോപ്പ് നിർമ്മിക്കാൻ പോകുന്ന എണ്ണയും ഒരൽപ്പം മഗ്നീഷ്യവും ഒരൽപ്പം ഉപ്പും ഏതാണ്ട് 10 അല്ലെങ്കിൽ 10 US ഗാലൻ അല്ലെങ്കിൽ 42 ലിറ്റർ വെള്ളവും ഒക്കെ ചേർന്നതാണ് മനുഷ്യൻ. പദാർത്ഥങ്ങളാണ്. അങ്ങനെ കുറെ പദാർത്ഥങ്ങൾ കൂടി ചേർന്നാണ് മനുഷ്യൻ രൂപപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അല്ലെങ്കിൽ വ്യത്യസ്തമായ മതവിശ്വാസങ്ങളുടെ ധാരയിലൂടെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇന്നാലിന്ന കോലത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസങ്ങൾ കെട്ടുപണഞ്ഞു കിടക്കുന്ന മനുഷ്യരുണ്ട്. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, എന്നെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിലേക്ക് എന്നെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന ഉത്തരത്തിലേക്ക് നാം വരുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ 78-ാമത്തെ സൂറത്തുൽ ഹജ്ജിലെ 78-ാമത്തെ സൂക്തം പറഞ്ഞു വെക്കുന്നത് വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി. നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. പക്ഷെ അത് പറയുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഇരിക്കുന്ന സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും വിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുകയും ഗൈബിയായ ഒരു ലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യർ, അതാണല്ലോ നമ്മുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ലേ, എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ വിവാദമായി മാറുന്നത് എന്ന് ചിന്തിക്കും. വിവാദമായി മാറുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ പറയുന്നത് മുസ്ലിം സമൂഹം കേൾക്കുന്നത് ഗൈബിയായ ഒരു അദൃശ്യമായ ലോകത്തിൽ വിശ്വസിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ പറയുക. പക്ഷെ ആ വർത്തമാനം ചിലപ്പോൾ ചെന്നെത്തുന്നത് ഈ അദൃശ്യ ലോകത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യരുടെ മുമ്പിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ വാക്കുകൾ പരിഹാസമായി മാറും. അവരെ സംബന്ധിച്ചിടത്തോളം ആ വാക്കുകൾ അവിശ്വസനീയമായി തീരും. അത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അദൃശ്യമായ ലോകത്തെ അള്ളാഹുവിന്റെ മാലാഖമാർ ഉൾപ്പെടെയുള്ള അദൃശ്യ ലോകത്ത് വിശ്വസിക്കുന്നവരാണ്. വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി. നിങ്ങൾക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. ആ ദൗത്യം ഒരു ബഹുമുഖമായ പ്രക്രിയകളിലൂടെ രൂപപ്പെടാനുള്ളതാണ്. പക്ഷെ ആ ദൗത്യത്തിന് പറയുന്ന ഒറ്റ വാചകം ജിഹാദ് എന്നാണ്. ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി. ജിഹാദ് ചെയ്യേണ്ട ക്രമപ്രകാരം നിങ്ങൾ ജിഹാദ് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ജിഹാദ് ചെയ്യേണ്ട ക്രമപ്രകാരം നിങ്ങൾ ജിഹാദ് ചെയ്യണം. ഇതൊരു കൽപ്പനക്രിയയാണ്. ഇതൊരു ആജ്ഞാസ്വരത്തിലുള്ള വർത്തമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരോടാണ് ഇത് ആജ്ഞാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളോടാണ്. അപ്പൊ വൈദികമായ ഒരു ലോകത്തിൽ വിശ്വാസമില്ലാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ജിഹാദ് എന്ന പദം വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ഇസ്ലാമിക സമൂഹം അപകടകാരികളാണ് എന്നവർ വിലയിരുത്തി പോകും. സ്വാഭാവികമാണ്. അപ്പൊ അവരുടെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു വെക്കുന്ന ജിഹാദിന്റെ അർത്ഥതലങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇത് മുൻപ് സുദീർഘമായി ഞാൻ പറഞ്ഞു വെച്ചുള്ള വിഷയമാണ്. ഏതാണ്ട് 7 ആഴ്ചകൾ നീണ്ടു നിന്ന ഖുത്ബയായിരുന്നു ജിഹാദുമായി ബന്ധപ്പെട്ടത്. ഇവിടെ ജിഹാദ് നിങ്ങൾ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്ക് അല്ലാഹു പറയുന്നത് ഹുവജിത്തബാക്കും. അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ സ്വയം ഇറങ്ങി തിരിച്ചവരല്ല. ഞാനൊരു മുസ്ലിം ആയിക്കൊള്ളാം, ഞാൻ ഇസ്ലാമിന്റെ പരിധിയിൽ ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങളിലൊക്കെ ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചു വന്നവനല്ല. ഹുവജിത്തബാക്കും, അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഇതൊരു വലിയ മർമ്മപ്രധാനമായ ഒരു പോയിന്റാണ് യഥാർത്ഥം. കാരണം നമ്മൾ എങ്ങനെ ഈ ഭാഗത്ത് എത്തിച്ചേർന്നു, നമ്മൾ എങ്ങനെ ഇസ്ലാമിൽ എത്തിച്ചേർന്നു, നമ്മൾ എങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ ഹിദായത്തിന്റെ വെളിച്ചത്തിൽ എത്തിച്ചേർന്നു, നമ്മളെങ്ങനെ പരലോകമാകുന്ന മഹാസ്വപ്നത്തിന് വേണ്ടി അധ്വാനിക്കാവുന്ന ഒരു സമൂഹമായി നമ്മൾ എങ്ങനെ നിലകൊണ്ടു. ആ നിലകൊണ്ടതിന്റെ കാരണം ഉപജിത്തമാക്കും അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നതാണ്. നിങ്ങൾ സ്വയം തീരുമാനിച്ച് പുറപ്പെട്ട് വന്നിരുന്നതല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉദാഹരണം പറയാറുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ആളുകൾ പള്ളിയിൽ പോയി.
ലോകത്ത് ഏതെങ്കിലും ഒരു യോഗം നടത്താൻ പറ്റിയ സമയമാണോ ഈ ഉച്ചക്ക് 1 മണി സമയം? ഭക്ഷണം പോലും കഴിക്കാതെ, ഒരു ഭക്ഷണം പോലും കൊടുക്കാതെ ആളുകളെ വിളിച്ചു നോക്കൂ. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ആരെങ്കിലും എവിടെയെങ്കിലും വന്നിരിക്കാൻ സന്നദ്ധമാകുമോ? 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം മുന്നിലിരിക്കുന്നവർക്ക് മിണ്ടാൻ സ്വാതന്ത്ര്യമില്ലാതെ കേൾക്കേണ്ടി വരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളും അണിഞ്ഞൊരുങ്ങി കുളിച്ചൊരുങ്ങി അത്തറ പുരട്ടി നല്ല വസ്ത്രം ധരിച്ച് അച്ചടക്കത്തോടുകൂടി വന്നിരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞ് പോയതിനു ശേഷം ഭക്ഷണം കഴിക്കുന്നു. ലോകത്ത് ഏതെങ്കിലും ഒരു ആള് വിളിച്ചാൽ ഇതുപോലെ വന്നിരിക്കാൻ കഴിയുമോ? അള്ളാഹു വിളിച്ചതല്ലെങ്കിൽ. അപ്പൊ അള്ളാഹു വിളിച്ചതാണ് എന്ന ഒരൊറ്റ ബോധ്യത്തിന്റെ പുറത്താണ് എല്ലാ ഫോണുകളിൽ നിന്നും എല്ലാ പരിപാടികളും എത്ര അർജന്റായ സംഗതിയും മാറ്റിവെച്ചുകൊണ്ട് ഈ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അള്ളാഹുവാണ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത്, അള്ളാഹുവാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആ വർത്തമാനത്തിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്ന ഈ വാക്കിന്, അഥവാ അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കെ, ലോകത്ത് ഒരുപാട് മനുഷ്യർ വ്യത്യസ്തമായ ഇടങ്ങളിൽ അവർ ഇടപെട്ടുകൊണ്ടിരിക്കെ, അവർക്കിടയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് നോക്കി സവിശേഷമായി നിങ്ങളെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. എന്തിന്? ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി. ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കാൻ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഖറജ്. ഈ ദീനിൽ ഇങ്ങനെ ഒരു ദൗത്യം നിങ്ങളോട് നിർവഹിക്കണമെന്ന് പറയുമ്പോ അതിൽ യാതൊരു പ്രയാസവും അള്ളാഹു നിങ്ങൾക്ക് വരുത്തി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിനപ്പുറം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ യാതൊരു കഴിവുകളും അധ്വാനവും പരിശ്രമവും യോഗ്യതകളും ഇല്ലാതെ അള്ളാഹു അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നു എന്ന് മനസ്സിൽ തോന്നുന്നുവെങ്കിൽ, എന്തെങ്കിലും എനിക്ക് ഞെരുക്കം അനുഭവിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ, ഇല്ല, അള്ളാഹു അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ പരിഗണിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ എണ്ണിയാനൊരുങ്ങാത്ത അനുഗ്രഹങ്ങളെ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള സൗഭാഗ്യവും ഉദവിയും തൗഫീഖും പടച്ചറപ്പ് എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ്. അപ്പൊ ആ അള്ളാഹു വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, ഈ ദീൻ നിങ്ങൾക്കൊരു പ്രയാസമായിട്ട് ഏൽപ്പിച്ചതെന്നതല്ല. നമ്മൾ സാധാരണ പറയാറില്ല, ഒരു സന്യാസി മല കയറിപ്പോയ ഉദാഹരണം പറയും. പലപ്പോഴും ഞാൻ തന്നെ ആവർത്തിച്ചിട്ടുള്ള ഉദാഹരണമാണ്. മല കയറി പോകുമ്പോ കയ്യിലുള്ള തോൽപാത്രം ഒരു ഭാരമായി മാറുന്നു, തോൽസഞ്ചി ഒരു ഭാരമായി മാറുന്നു, കുത്തിപ്പിടിക്കുന്ന വടി ഒരു ഭാരമായി മാറുന്നു, ചെരുപ്പ് ഭാരമായി മാറുന്നു. എല്ലാം ഇങ്ങനെ ഭാരമായി മാറിയതൊക്കെ ഒഴിവാക്കി യാത്രയിൽ കുത്തിപ്പിടിക്കാനുള്ള വടി മാത്രമായിട്ട് ഈ സന്യാസി മല കയറി ഏറ്റവും മുകളിലെത്തുകയാണ്. ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി 6 വയസ്സുകാരനായ കൊച്ചു അനുജനെ ചുമലിലിട്ടുകൊണ്ട് മല കയറിയിരിക്കുന്നു. ഈ സന്യാസി ആ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോളെ, എങ്ങനെയാണ് ഇത്രയും ഭാരം സഹിച്ചുകൊണ്ട് നീ മല കയറിയത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി കൊടുത്ത മറുപടി, ഇതെനിക്ക് ഭാരമല്ലല്ലോ, ഇതെന്റെ അനുജനല്ലേ എന്നൊരു ചോദ്യം ഈ കുട്ടി തിരിച്ചു ചോദിക്കും. അതൊരു കണ്ണു തുറപ്പിക്കുന്ന ചോദ്യമാണ്. അള്ളാഹുവിന്റെ ദീൻ നമുക്കൊരു ഭാരമല്ലല്ലോ, അള്ളാഹുവിന്റെ ദീൻ ഒരു ഭാരമല്ലല്ലോ. കാരണം എനിക്ക് എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബ്, ആ റബ്ബിന്റെ വിളി കേൾക്കണമെന്നും ദിശ നിർണയിച്ചു തരുമെന്നും ഗതി നിർണയിച്ചു തരുമെന്നും പറയുമ്പോ അതെങ്ങനെയാണ് എനിക്ക് ഭാരമായി മാറുക? ആ അള്ളാഹു വിളിക്ക് ഉത്തരം നൽകുന്നത് എനിക്ക് എങ്ങനെയാണ് ഭാരമായി മാറുക? എനിക്ക് ചെറിയ ഒരു സമ്മാനം കൊണ്ടൊരു മനുഷ്യൻ എന്നെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യൻ എന്നോടൊരു സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ എങ്ങനെയാണ് അതെനിക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ കഴിയുക? ലളിതമായ യുക്തിയാണല്ലോ അത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ ദീൻ നിങ്ങൾക്കൊരു ഭാരമല്ല. ഈ ദീനിൽ നിങ്ങൾ നിർവഹിക്കണമെന്ന് പറയുന്ന ഉത്തരവാദിത്വത്തിൽ നിങ്ങൾക്കൊരു പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച് തന്നിട്ടില്ല. വഫി നിങ്ങളെ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ആ മാർഗത്തിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റേതാണ്. അപ്പൊ നമ്മള് ബലിപെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്, പരിശുദ്ധ ഹജ്ജ് കഴിഞ്ഞ സന്ദർഭമാണ്. ഏറ്റവും കൂടുതൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടോ? നിങ്ങളുടെ മാർഗം ഏത് മാർഗമാണ്? നിങ്ങളുടെ മാർഗം മില്ലത്ത് അബീക്കും ഇബ്രാഹിമാണ്, നിങ്ങളുടെ ബാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗമാണ്. ആ ഇബ്രാഹിം ഒരുപാട് പരീക്ഷണങ്ങളുടെ തീച്ചൂടകളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം
ഖലീലുള്ള എന്ന ഒരു പദവിയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കൂട്ടുകാരനായി മാറുകയാണ്. അള്ളാഹുവിന്റെ ഖലീൽ, ഖുല്ലത്തിന്റെ ഒരു സ്നേഹത്തിലേക്ക് അദ്ദേഹം മാറുകയാണ്. ഏറ്റവും പരമമായ ഒരു സ്നേഹം. പ്രിയമുള്ളവരെ, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മാർഗമാണ് നമ്മുടെ മാർഗം എന്ന് ജീവിതത്തെ ചേർത്ത് വെച്ചിട്ട് പഠിപ്പിക്കുകയാണ്. രണ്ട് ചോദ്യങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വരുന്നുണ്ട്. ഏറ്റവും രസകരമായ രണ്ട് ചോദ്യങ്ങളാണ്. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരുപാട് ചരിത്രം വിശാലമായി കിടക്കുന്നു. നമ്രൂദിന്റെ മുമ്പിൽ തീക്കുണ്ടാരത്തിൽ മിഞ്ചരീക്ക് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ. ഒരു കവണ പോലെ ലിവർ വലിച്ചാൽ തൊടുത്തെറിയുന്ന ഒരു വലിയ മിഞ്ചരീക്ക് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ രണ്ട് ചോദ്യങ്ങൾ വരുന്നത്. ഒന്നാമത്തെ ചോദ്യം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ചോദ്യമുണ്ട്, നമ്രൂദിന്റെ മറ്റൊരു ചോദ്യമുണ്ട്. ആ രണ്ട് ചോദ്യത്തിലും ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം ഇപ്പോ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ളതാണ്. കാരണം തീ കത്തിച്ചിങ്ങനെ അഗ്നിനാളങ്ങൾ ആകാശം മുട്ട ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം എടുത്തെറിയപ്പെടും. അപ്പൊ ഇപ്പൊ നിന്റെ റബ്ബിനോട് നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്ന ഒരു മറുപടി അവീനുനി അലി സുആൽ എന്നാണ്. ഞാനിപ്പോ ചോദ്യം ചോദിക്കുന്നതിൽ നിന്നും സ്വയം പര്യാപ്തനാണ്. ഞാനിപ്പോ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ ഈ തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. എന്നെ നമ്രൂദ് ബന്ധിച്ചത് ഞാൻ നമ്രൂദിനെ ആക്ഷേപിച്ചതിന്റെ പേരിലോ നമ്രൂദിനെ തെറിവിളിച്ചതിന്റെ പേരിലോ നമ്രൂദിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിലോ അല്ല, ഞാൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ്. അപ്പൊ അവീനുനി അലി സുആൽ, ഞാനിപ്പോ ചോദ്യം ചോദിക്കുന്നതിൽ നിന്ന് ഞാൻ നിർഭയനാണ്, സ്വയം പര്യാപ്തനാണ്, അള്ളാഹുവിനെ സംരക്ഷിക്കുമെന്ന ബോധ്യം എനിക്കുണ്ട്. ഞാനിപ്പോ ചോദിക്കേണ്ടതില്ല. കാരണം അള്ളാഹുവിന് വേണ്ടി നിലപ്പെട്ടവനാണ് ഞാൻ. എന്നെ എങ്ങനെയാണ് അള്ളാഹു കൈയൊഴിയുക? ഈ ഒരു ബോധ്യമായിരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കുന്ന മറുപടി. രണ്ടാമത്തേത് നമ്രൂദ് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ നിന്നെ വിട്ടേക്കാം, നീ പോയിക്കോളൂ, നിന്നെ സ്വതന്ത്രനാക്കാം, നിന്റെ ചങ്ങലകളെ ഞാൻ അഴിച്ചു തരാം, പക്ഷെ നീ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല. നീ ഇതുവരെ ജനങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന ആ നന്മയുടെ മാർഗത്തിലേക്ക് ഇനി ആളുകളെ വിളിക്കാതിരുന്ന മാത്രം മതി, ഇതിനെ വിട്ടേക്കാം. പക്ഷെ അപ്പോഴത്തെ കൊടുക്കുന്ന മറുപടി ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്നാണ്. എനിക്ക് എന്റെ റബ്ബ് മതി, നീ പോ, നീ നിന്റെ പണി നോക്കി പോയിക്കോന്നാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. നീ എന്നെ വശീകരിക്കാൻ വരേണ്ടതില്ല, നീ നിന്റെ പണി നോക്കി പോയിക്കോളൂ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് എന്റെ അള്ള മതി, അവനാണ് ബലമേൽപ്പിക്കുന്നവരിൽ ഉത്തമൻ. അപ്പൊ ഈ രണ്ട് മറുപടികൾ, ഒന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുക്കുന്ന മറുപടിയും രണ്ടാമത് നമ്രൂദിന് കൊടുക്കുന്ന ഈ രണ്ട് മറുപടിയിലേക്ക് ഒരു മനുഷ്യന് വളരണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ കടന്നുപോയ പരീക്ഷണങ്ങളിൽ ഉടനീളം അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം ഉണ്ടാകും. അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഒരു ജീവിതം. ആ മില്ലത്തിനെയാണ് മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ മാർഗം ഈ മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അവനാണ് നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന് പേര് വിളിച്ചത്. അള്ള വിളിച്ച പേരാണ്, നിങ്ങൾ സ്വയം തീരുമാനിച്ച പേരല്ല. മുസ്ലിം എന്നുള്ള ഒരു പേര് ഒരു കോളത്തിൽ ഉൾപ്പെടാൻ നിങ്ങൾ സ്വയം തീരുമാനിച്ചതോ സ്വയം കടന്നു വന്നതല്ല. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അവൻ വിളിച്ച പേരാണ്. അള്ളാഹു നിങ്ങളെ വിളിച്ചു. നിങ്ങൾക്ക് മുമ്പ് വേറെ പലരെയും അള്ളാഹു വിളിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുസ്ലിം എന്നുള്ള വിളിച്ചു. എപ്പോ? ഇത് കാലലഹു റബ്ബുഹു അസ്ലിം കാലാസ്ലം തുലി റബ്ബിൽ ആലമീൻ, നീ മുസ്ലിം ആകണം എന്ന് പറഞ്ഞപ്പോ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ മുസ്ലിം ആയിരിക്കുന്നു. തിരിച്ചൊരു ചോദ്യമൊന്നുമില്ല, അള്ളാഹ് പറഞ്ഞത്. അള്ള പറഞ്ഞു ഇനി ഞാൻ ആരോട് ചോദിക്കാനാ? ഇത് കാലലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ റബ്ബ് അസ്ലിം, നീ മുസ്ലിം ആകണം, നീ അനുസരണമുള്ളവനാകണം എന്ന് പറഞ്ഞ നിമിഷം കാലാസ്ലം തുലി റബ്ബിൽ ആലമീൻ, അദ്ദേഹം പറയുന്നു ഞാൻ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി ഞാൻ മുസ്ലിം ആയിരിക്കുന്നു. ഒന്നാമത്തെ സന്ദർഭം അതാ. രണ്ടാമത്തെ സന്ദർഭം ജനങ്ങളെല്ലാവരെയും തടിച്ചുകൂടിയിട്ട് നമുക്കറിയുന്ന ഒരു ചരിത്രമുണ്ടല്ലോ. സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന ആളുകളുടെ മുമ്പിൽ നക്ഷത്രങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോലും ഇതെന്റെ ദൈവം, സുജൂദ് ചെയ്യുന്നു, സാഷ്ടാംഗം ചെയ്യുന്നു. ജനങ്ങൾക്കും സന്തോഷമായി. കാരണം ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞാണല്ലോ ഇബ്രാഹിം ഇപ്പൊ പറയുന്നത്. പക്ഷെ അസ്തമിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അസ്തമിച്ചു പോകുന്ന എങ്ങനെ ദൈവമാകും? സൂര്യനെ കുറിച്ചും അദ്ദേഹം ചോദിച്ചു, അസ്തമിച്ചു പോകുന്ന എങ്ങനെ ദൈവമാകും? ഇത് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനം, ഇന്നലെ പെരുന്നാൾ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ വജ്ജഹത്ത് വജ്ഹിയൽ പത്രസമാവാത്തി വൽഫാ, ആ വർത്തമാനത്തിലും അവസാനം ചേർത്ത് വെക്കുന്നത് വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. അപ്പൊ രണ്ടാമത്തെ സന്ദർഭം അതാണ്. മൂന്നാമത്തെ സന്ദർഭം മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്നതാണ്.
ഫലമാസ്ലമ, ഒരുപാട് സുദീർഘമായ വർത്തമാനങ്ങൾക്കും ഇടപെടലുകൾക്കും ശേഷം സ്വന്തം മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോൾ കണ്ണുകൾ ഇറുക്കിയടിച്ചിട്ട് മകന്റെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വത്തിച്ചതിൽ തക്ബീർ മുഴക്കിയ ഒരു വാപ്പയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു. ആ കത്തി ഇങ്ങനെ കഴുത്തിലേക്ക് വെച്ച സന്ദർഭത്തെ ഇബ്രാഹിമിനെ കുറിച്ച് മാത്രമല്ല ഇസ്മായിലിനെയും ചേർത്ത് വെച്ചിട്ട് അള്ളാഹ് പറയുന്നത് ഫലമാസ്ലമ, അവർ രണ്ടുപേരും മുസ്ലിങ്ങളായപ്പോൾ. അപ്പൊ ഈ 3 സന്ദർഭങ്ങളും ചേർത്തിട്ട് നമ്മളൊന്ന് ഓർത്തോർത്തോപ്പോ ഹുവ സമ്മാപ്പുൽ മുസ്ലിമീൻ, അതേ അള്ളാഹ് തന്നെയാണ് നിങ്ങളെയും മുസ്ലിങ്ങൾ എന്ന് വിളിച്ചത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട എന്തെല്ലാം ഉണ്ടായിരുന്നോ അതൊക്കെ കൊണ്ടുപോയി അള്ളാഹുവിന് സമർപ്പിക്കാൻ സന്നദ്ധനായ ഒരു മനുഷ്യനെ വിളിച്ച അതേ പേര് നമ്മളെ വിളിക്കാൻ മാത്രമുള്ള എന്ത് യോഗ്യതയാണ്, മുസ്ലിം എന്ന് വിളിക്കപ്പെടാനുള്ള എന്ത് ധാർമ്മിക യോഗ്യതയാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത്? അള്ളാഹു നൽകിയ ഔദാര്യമല്ലാതെ എന്നതാണ് അതിന്റെ ഉത്തരം. അള്ളാഹു നൽകിയ ഔദാര്യമാണ്. അപ്പൊ അവൻ നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന് വിളിച്ചു. നിങ്ങൾക്ക് മുമ്പ് മുസ്ലിം എന്ന് വിളിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആ മാർഗത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിച്ചാൽ അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾക്കൊരു ഭാരമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ഭാരമല്ലാത്ത ദീൻ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ആകാശത്തിന് ചുവട്ടിൽ, അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിൽ അള്ളാഹുവിന്റെ ദീൻ ഏത് വിധേന സ്വന്തം വ്യക്തിത്വത്തിലൂടെ, സമൂഹത്തിലൂടെ, കുടുംബത്തിലൂടെ എങ്ങനെ അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കാൻ കഴിയും, എങ്ങനെ നിലനിർത്താൻ കഴിയും, ആരാധനകളും പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും എന്നതിനപ്പുറം അള്ളാഹുവിന്റെ ദീനിന്റെ മര്യാദകൾ സ്ഥാപിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ജിഹാദിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്ന വഴി ഇതാണ്. നിങ്ങൾ മനുഷ്യരല്ല, കേവലം മനുഷ്യരല്ല, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ അടുക്കും ചിട്ടയോടും കൂടി ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് അള്ളാഹു പറയാണ് ഈ ഉത്തരവാദിത്വമൊക്കെ നിങ്ങളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യർക്കിടയിൽ ഇങ്ങനെയാണ് ജീവിച്ചത്, സാക്ഷിയായിരുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാക്കേണ്ടതുണ്ട്. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാണ്. അപ്പൊ ജിഹാദ് നിർവഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുക എന്നതാണ് അതിന്റെ ഉത്തരം എന്ന് ചുരുക്കം. ഇനി അതിനെന്ത് വേണം? ഇതൊക്കെ പറഞ്ഞതൊക്കെ തിരിച്ചറിവുകളാണ്. പ്രായോഗികമായിട്ട് ഈ തിരിച്ചറിവിൽ നിന്നൊരു പ്രായോഗികമായ ഒരു രംഗം പറഞ്ഞു. ആ പ്രായോഗികമായ ഉത്തരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയണ ഫാത്തിമുസ് സ്വലാത്ത വആതു സകാത്ത വഅതസിമു ബില്ലാഹ്. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഫാത്തിമുസ് സ്വലാ, നിങ്ങൾ അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിന്റെ അവകാശങ്ങൾ പൂർണ്ണമായി നിങ്ങൾ വകവെച്ചു കൊടുക്കണം. അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് ഖൽഖ് നിർവഹിച്ചവൻ, അവനാണ് സൃഷ്ടി നിർവഹിച്ചവൻ, അവനാണ് മുൽക്ക് ആധിപത്യമുള്ളവൻ, അവനാണ് തദ്ബീറുള്ളവൻ, അവനാണ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. നിയന്ത്രണാധികാരം അവന്റെ കൈവശമാണ്, അള്ളാഹുവിന്റെ കൈവശമാണ്. അവനാണ് നിങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നത്. വലക്കൽ ഹംദ്, അവനാണ് നിങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ആ അള്ളാഹുവിനോട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് സമർപ്പിക്കേണ്ട എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുക്കുക എന്നതാണ് ഫാത്തിമുസ് സ്വലാത്ത്. ഒന്നാമത്തെ പോയിന്റ് അവിടെയാണ്. രണ്ടാമത്തേത് വആതു സകാത്ത്. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ പോരാ. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ പോരാ. വആതു സകാത്ത്, സഹജീവികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കളോട്, ഇണകളോട്, മക്കളോട്, സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, അയൽവാസികളോട് നിങ്ങൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന, ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരോടും മുഴുവൻ ജീവജാലങ്ങളോടുമുള്ള അവകാശം. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനോടൊരു അവകാശമുണ്ട്. നിങ്ങൾ തലവേർത്തി പിടിച്ച ആകാശത്തോടൊരു അവകാശമുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുഴകളോടും കാറ്റിനോടും വായുവിനോടും ശബ്ദത്തോടും ഒരു അവകാശമുണ്ട്. ഇതിനെ എല്ലാത്തിനെയും പരിഗണിക്കാൻ കഴിയുന്ന ഒരൊറ്റ പദപ്രയോഗമാണ് വആതു സകാത്ത്. കേവലം സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് മാത്രമല്ല, മനുഷ്യരുമായി ബന്ധപ്പെട്ടല്ല, പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടല്ല, പ്രകൃതിയുമായി ബന്ധപ്പെട്ടല്ല. വആതു സകാത്ത്, അതൊക്കെ അവകാശങ്ങൾ. അള്ളാഹുവിന്റെ അവകാശം വകവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലെ സകലമായ ചരാചരങ്ങളോടും നിങ്ങൾ ഏത് വിധേന അവകാശം സൗമ്യമായി പെരുമാറുക എന്നത് മനുഷ്യന്റെ അവകാശമാണ്. ഇന്നലെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് രാത്രി ഒരു വലിയ സങ്കടം പറഞ്ഞു. നമുക്ക് തന്നെ സങ്കടം തോന്നി അദ്ദേഹത്തിന്റെ സങ്കടം കേട്ടപ്പോ. അദ്ദേഹം ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന മനുഷ്യൻ ഒരു പള്ളിയിൽ ഇറച്ചി മേടിക്കാൻ നിന്നു. ഇറച്ചി മേടിക്കാൻ നിന്നപ്പോ ഉലുഹിയത്ത് ഇറക്കുന്നിടത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വളണ്ടിയർമാരുണ്ട്. അവരിലൊരു വളണ്ടിയർ അദ്ദേഹത്തിന് ഇറച്ചി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആക്ഷേപിച്ച് പട്ടിയെ ആട്ടി വിടുന്ന പോലെ ആട്ടി വിട്ടു എന്ന് പറഞ്ഞു.
ഈ മനുഷ്യൻ രാവിലെ തുടങ്ങി പണിയെടുക്കുന്ന മനുഷ്യനാണ്. ആർക്ക് വേണ്ടിയായിരുന്നു? അള്ളാഹുവിന് വേണ്ടി. പക്ഷെ അള്ളാഹുവിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് ഉദയത്തിന്റെ മാംസം ചോദിച്ചിട്ട് ഒരു മനുഷ്യൻ വരുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ ആട്ടിവിട്ടു എന്ന് പറയുമ്പോ ഈ മനുഷ്യന്റെ ആ ഒരു വേദനയെ അള്ളാഹു പരിഗണിക്കില്ലേ? ഈ മനുഷ്യൻ ഒരു പക്ഷെ അതുവരെ രാവിലെ മുതൽ പണിയെടുത്തുകൊണ്ടിരുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് കുടമടിച്ചു എന്ന് പറയുന്ന ഒരു പണിയായിപ്പോയില്ലേ ആ ചെയ്തത്? മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടത് സൗമ്യമായി പെരുമാറുക എന്ന് പറയുന്നൊരു അവകാശമാണ്. ഞാൻ പറഞ്ഞത് ഒരൊറ്റ ഉദാഹരണം ഇന്നലെ സംഭവിച്ചതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ബാധ്യത, മനുഷ്യരോടുള്ള ബാധ്യത. അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. വഅതസിമുബില്ല, അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. കാരണം ഹുവ മൗലാക്കും ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി, അവനാണ് നിങ്ങളുടെ സഹായി. അവനല്ലാത്ത ഒരു രക്ഷാധികാരിയും സഹായിയും നിങ്ങൾക്ക് ഇല്ല. അവന്റെ മാർഗമാണ് നിങ്ങളുടെ മാർഗം. പ്രിയമുള്ളവരെ, ഒരൊറ്റ ഖുർആനായത്താണ് ഞാൻ ഈ പറഞ്ഞു വെച്ചത്. സൂറത്തുൽ ഹജ്ജിന്റെ ഏറ്റവും അവസാനത്തെ സൂക്തം. അപ്പൊ ഈ അധ്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂറത്തുൽ ഹജ്ജ് ഹജ്ജിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ചും ഫിഖ്ഹിനെ കുറിച്ചും അല്ല പറഞ്ഞത്. നമ്മൾ ആരാണ്, നമ്മുടെ പേരെന്താണ്, നമ്മുടെ മാർഗം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്, ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, ആ ഉത്തരവാദിത്തം നമ്മൾ പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ഊർജം എവിടെ നിന്ന് കിട്ടുന്നു? എന്തോരം ചോദ്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരിക. അതിന്റെ എല്ലാത്തിന്റെയും ഉത്തരമാണ് വിശുദ്ധ ഖുർആൻ ഒരൊറ്റ സൂക്തത്തിലൂടെ പറഞ്ഞു. ഞാൻ മുൻപും ഇത് സൂചിപ്പിച്ചിട്ടുള്ള സൂക്തം തന്നെയാണ്, ഭാഗം തന്നെയാണ്. പക്ഷെ പിന്നെയും ഇത് ഓർമ്മിപ്പിക്കുന്നത് പ്രസക്തമായ പരിശുദ്ധ ഹജ്ജിന്റെയും പെരുന്നാളിന്റെയും ഒക്കെ സന്ദർഭങ്ങളാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ചേർത്ത് വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ കഴിയുന്ന നല്ല അടിമകളായി ജീവിച്ച് നല്ല അടിമകളായി മരണപ്പെടാൻ പടച്ച റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ.